RSP ഇത്തവണ നടത്തിയത് നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു. മാനം കാക്കാനിറങ്ങി ഒടുവിൽ മാനം തൊട്ട വിജയം സ്വന്തമാക്കി. RSPയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥ കൂടി പറയാനുണ്ട് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. വിജയങ്ങൾ എപ്പോഴും വൈകാരികമാണ്. പ്രത്യേകിച്ച് 10 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിലേറിയ UDFന്റെ തിരിച്ചുവരവ് അത് പലരെയും സന്തോഷ കണ്ണീരിലാഴ്ത്തി. RSPക്ക് പക്ഷേ ഇതൊരു അഭിമാന പോരാട്ടം കൂടിയായിരുന്നു. UDFലെ ദുർബലമായ ഘടകകക്ഷിയെന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയായി മാറി മൺവെട്ടിയും മൺകോരിയും ചിഹ്നത്തിൽ വീണ ഓരോ വോട്ടും. ചവറ മുതൽ ചവറ വരെ എന്ന രാഷ്ട്രീയ ശത്രു തട്ടകങ്ങളിലെ പരിഹാസ പ്രയോഗങ്ങൾക്കിനി ജീവനില്ല. മത്സരിച്ച 5 ഇടങ്ങളിൽ 4ലും വിജയം. RSP പിന്തുണയോടെ UDF സ്വതന്ത്രനായി പാർട്ടി ഗ്രാമത്തെ വിറപ്പിച്ച് വിജയിച്ച വി കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെ 4 പേർ നിയമസഭയിലേക്ക്. 2001ലും 2011ലും ചവറയെ പ്രതിനിധീകരിച്ച പാർട്ടി സെക്രട്ടറി ഷിബു ബേബി ജോൺ ഒരു ദശാബ്ദത്തിന് ശേഷം ചവറ വീണ്ടെടുത്തു. 4 സീറ്റിൽ വിജയിച്ചത് RSP വികാരമുള്ള RSPയുമായി ഏതെങ്കിലും കാലഘട്ടത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളവർ മറ്റു പാർട്ടിയിലായിക്കോട്ടെ ഇപ്പം, പക്ഷെ അവരെല്ലാം RSP ഈ മണ്ണിൽ അവസാനിക്കേണ്ട പാർട്ടിയല്ല എന്ന വികാരത്തോടുകൂടി വാശിയോടുകൂടി അവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. 1/4 നൂറ്റാണ്ട് നീണ്ട കുഞ്ഞുമോന്റെ ഭരണത്തിന് വിരാമമിട്ടാണ് ഉല്ലാസ് കോവൂർ കുന്നത്തൂർ പിടിച്ചത്. 44 വർഷത്തിന് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണി ഈ നിയോജക മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇതൊരു ടീം UDFന്റെ വിജയമാണ് കുന്നത്തൂർ. കാരണം ഈ അടുത്ത കാലത്തെങ്ങും ഇതുപോലെ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. പുറത്തു വന്ന സർവേ ഫലങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കി ഇരവിപുരത്തെ ഇടതിൽ നിന്ന് അകറ്റി RSPയുടെ യുവമുഖം വിഷ്ണു മോഹൻ. നിയമസഭയിലെ അംഗത്വം നഷ്ടം തിരികെ പിടിച്ചുകൊണ്ട് RSPയുടെ പ്രതാപ രാഷ്ട്രീയം എന്നുള്ളതല്ല, RSP രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ ജനങ്ങളുടെ അംഗീകാരം, ആ അംഗീകാരം തിരികെ പിടിക്കാൻ RSPക്ക് സാധിച്ചു എന്നുള്ളതാണ് വസ്തുത. ഷിബു ബേബി ജോണിലൂടെ പാർട്ടിക്ക് മന്ത്രിയെ ലഭിക്കുമെന്നതിലും സംശയം വേണ്ട. കൊല്ലത്തെ പാർട്ടി എന്നറിയപ്പെടുന്ന റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അങ്ങനെ പേര് പോലെ തന്നെ വിപ്ലവകരമായ വിജയം നേടി തങ്ങളുടെ പ്രതാപകാലത്തിലേക്ക് കടക്കുകയാണ്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.